സർവൈവൽ വേൾഡിൻ്റെ അടുത്തൊരു എപ്പിസോഡായിട്ടാണ് ഗൈസ്. നമ്മൾ ആദ്യം തന്നെ ഒരു സ്റ്റോൺ പിക്കാക്സ് ആണ്, 3 സ്റ്റോൺ പിക്കാക്സ് ഓക്കെ അതുണ്ടാക്കി. ഗൈസ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടേ. ഇന്നലെ ഇട്ട വീഡിയോയെ എല്ലാവരും കണ്ടായിരുന്നു. ഇട്ടിട്ട് വർക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. അപ്പോൾ ഒരു ബ്രോ പറഞ്ഞു എലൈറ്ററെ ക്ലിക്ക് ചെയ്യണം. ഹോൾഡ് ചെയ്യാൻ. എനിക്കത് മനസ്സിലായില്ല. ഇനി ജമ്പ് ഹോൾഡ് ചെയ്തിട്ടാണോന്ന് അറിയത്തില്ല. ആ ബ്രോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യേണ്ടതാണ്. കണ്ടോ ഒട്ടത്തിനെ കാണിക്കുന്നുണ്ടോ വയസ്സ്? എന്താ ഇതിനൊക്കെ പറയണ്ടേ? ആനെ കുഴിക്കട്ടെ. എൻ്റെ 3 പിക്കാക്സ്, എൻ്റെ പിക്കാക്സ് എന്ത് കുറച്ചൊരു വേണ്ട പൊട്ടിക്കൂടാ. ഓക്കെ ഫസ്റ്റ് ടൈം ഫില്ല് കിട്ടി നമുക്ക്. എന്തെടുക്കാനല്ലേ കൂടിപ്പോയി. എന്തിനാണ് 3 പൈൻ ചെയ്യുന്നത്? 3 പൈൻ ചെയ്യുന്നത് ഹെച്ചിൻ്റെ കൂടെ ഉണ്ടാക്കി നോക്കാം. അല്ലല്ല മറ്റേ നീ എന്തൊരു സൈഡിലോട്ട് പൈൻ ചെയ്യുന്നത്? നമ്മൾ തന്നെ ഇതുകൊണ്ട് ഇങ്ങനെ കഷ്ടം. അത് ഇവരെ കൊണ്ട് വല്ലാതെ ശ്രദ്ധിയാണല്ലോ. ഇറക്കി വിട്ടാലോ ഭയങ്കര സർവർ ചെയ്യുന്നത്. ലാസ്റ്റ് കൊണ്ടക്കോട് വരാൻ നേരത്താണ് പണിയും കാണുന്നത്. ഞങ്ങൾ എത്ര കളിക്കും പൈസ ഭയങ്കര ആവശ്യ പൈസ ആയിട്ട് കളിക്കുന്നതെല്ലാം കാണും. ഞങ്ങൾ ഗൂഗിളിനായിട്ട് കളിക്കുന്നത് പറ്റത്തില്ലടി. ഇപ്പോഴേ ഭയങ്കര ഡയമണ്ട് കിട്ടാൻ സാധ്യത കൂടിയെന്ന് ഇത് അറിയിപ്പാണ് ഗൈസ്. പിന്നെ എന്താണ് അടുത്ത മൈൻക്രാഫ്റ്റിൻ്റെ അപ്ഡേറ്റ്? എന്താ സൾഫർ ക്യൂബോ തേങ്ങയോ ഒക്കെ വരുമെന്നാണ് പറയുന്നത്. നമുക്കിതൊക്കെ വന്നു കഴിഞ്ഞാലും മൈൻക്രാഫ്റ്റ് കണ്ടോ ഗൈസ്? കളത്തിൽ കളിക്കുന്നുണ്ടോ? അയപ്പിക്കുന്നൊരു വഞ്ചിതാണ്ടോ? കണ്ണ് അങ്ങോട്ട് കയറ്റിയപ്പോൾ എന്താണ് തോന്നിപ്പിക്കാതെ എനിക്ക് പറയുന്നത്? പതുക്കെ കുഴിക്കുന്നു. ഈ സിമനെ കൊണ്ട് തോറ്റല്ലോ. നിങ്ങളെല്ലാവരും കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഗൈസ്. സബ്ജക്ട് ചെയ്യും. നമ്മൾ റോഡ് ടു 25 ഗൈസ്. കൂടുതലൊന്നും നമ്മൾ ഒറ്റ സബ്സ്ക്രൈബ് ചെയ്യും വീഡിയോ തരാവൂ. എന്നാ നിങ്ങൾ പറയുന്ന വേറൊരു ഗെയിം കളിക്കുന്നതായിരിക്കും. ഇന്ന് നിങ്ങൾ ഒരു സബ്സ്ക്രൈബ് കൊടുത്തില്ല കഴിഞ്ഞാൽ നിങ്ങളുടെ ഗെയിം കമൻറ്റ് ചെയ്യണം. ഇന്ന് ഈശ്വര സിമ്പിൾ കേസ് പറഞ്ഞാൽ ഞാൻ കളിക്കത്തില്ലല്ലോ. ഗെയിം ഫോണിൽ കളിക്കുന്ന ഗെയിം മാത്രമേ പറയാവുള്ളൂ. ഞാൻ കണ്ടത് ഫസ്റ്റ് ഡേ. അയ്യോ ഞാനിപ്പോ സ്റ്റോമ്പിക്കാക്കി കൊണ്ട് പിടിച്ചെടുത്ത ഒന്നുണ്ടോ അങ്ങനെ പറ. ഈ റിയൽ ഒരു ഭയങ്കര ഡയമണ്ട് കണ്ടുപിടിക്കുക പ്രത്യേകിച്ച് ദൂരെ ബെഡ്റോക്ക് കളിക്കാൻ വിചാരിച്ച് പറഞ്ഞ നാവിടത്തില്ല. അതിന് മുമ്പേ ബെഡ്റോക്ക് വന്നു. ബെഡ്റോക്ക് ഇനി അയ്യോ ഞാൻ എംപിക്കാസുണ്ട് കുടിക്കുന്നത് വായൊന്നും വരുന്നില്ല. എന്ത് പറഞ്ഞിരുന്നു? ഓർത്തെടുത്താണ്. ഇപ്പൊ നമ്മൾക്ക് ഡിസ്പ്ലേറ്റ് പൊട്ടിക്കാൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾ ഗെയിമിൻ്റെ പേര് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യണം. ആ ഗെയിം കളിക്കുന്നതായിരിക്കും. ലൈറ്റ് വെക്ക്. 78 76 സ്റ്റാക്കബിളാ കണ്ടുപിടുത്തം ഭയങ്കര. സൾഫർ ക്യൂബ് എങ്ങോട്ട് വരുമെന്നാണ് പറയുന്നത് ഭയങ്കര. നേരെ ചെന്ന് കൊടുക്കും സൾഫർ ക്യൂബിൻ്റെ അവിടെ നോർത്ത് വയ്ക്കുക. അപ്പം സൾഫർ ക്യൂബ് അപ്ഡേറ്റ് ആയി തോന്നുന്നു. ഈ ഭയങ്കര തന്നെ അപ്ഡേറ്റ് ആവും.
ഒരു ഡയമണ്ട് ഒരു കിട്ടുന്നില്ല. പിന്നെ ഡയമണ്ട് പൊട്ടിച്ച് പോയത്. ചെറുനോടെ ഡയമണ്ട് വിജയം ഉണ്ടാക്കായിരുന്നു. അതല്ല നീ ആലോചിച്ചു. മിക്കവാറും ഞാൻ കയറി പോകും. ഡബിൾ മൈനിങ് ആയിരിക്കും. എന്റെ ആൻസർ ഉണ്ട്. എല്ലാം റെഡിയല്ലേ? എന്താ അങ്ങനെ പറഞ്ഞ കേബിന്റെ ഉള്ളോട്ടെ കയറി ചെല്ലുന്നേന്ന് തോന്നുന്നു. എനിക്ക് ചെറുതാ. ദൂരെ നോക്കി എന്റെ കൈ സ്പിയർ പിടിക്കണ്ട. പിന്നെ ഇനി എന്തൊക്കെയാ വേണ്ടത്? അയ്യോ എത്ര കല്ലാന്ന് നമ്മളെ ക്ലാസ് പേനടിച്ചിട്ട് ക്ലാസ് ബാഗ് എനിക്കിവിടെ വട്ട് പിടിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇനി ആരും ഇങ്ങോട്ട് കയറി വരണ്ട. ഓക്കെ. സൗണ്ടൊന്നും കേട്ടില്ല ഞങ്ങളാരും. നീ സൗണ്ട് കേൾക്കത്തില്ല. നിന്റെ ചെവി പിന്നെ ഒന്നും കേൾക്കത്തില്ലല്ലോ. എന്തോത്തന്നെ പറഞ്ഞില്ല. കുറേ അങ്ങ് ഉണ്ടാക്കി. ഞാൻ കേൾക്കുന്ന ബഹുമാനിക്കുന്നു. ഓക്കെ എന്താ അങ്ങോട്ട് നേരെ നോക്കി വേണ്ടി ഇവിടെ ചത്ത് കഴിഞ്ഞാൽ അയണാകുന്നത് ഫുള്ളായില്ല. കോപ്പർ ആർമറും അയണ് കോപ്പർ കോപ്പർ ഇതും. ആ ഞാൻ വെച്ച് ബെഡ്റൂം ഓടിച്ചോടിക്കും. ലൈറ്റ് വെക്കടാ. ലൈറ്റ് നമ്മൾ ഇത് സേഫ് ചെയ്യണം. ദേ ബെഡ്റോക്ക് പറഞ്ഞ നാവെടുത്തില്ലല്ലോടോ നീ. 4 റബ്ബർ എടുക്കുമെന്ന് തോന്നുന്നു. ഇത് ബെഡ്റോക്ക് വേണ്ടിയാന്ന് തോന്നുന്നു. ഞാനത് ഇനി സ്കൂളിൽ വന്ന് വീഡിയോ ഇടുമ്പോഴൊക്കെ ആരും കാണത്തില്ലായിരിക്കും. ഒരു കാര്യം പറഞ്ഞു. ഒരു കാര്യം പറഞ്ഞു. ഇനി കുറച്ചേരം നിങ്ങൾ അവിടെ ഗൈസ് പിന്നെയും വന്നു. ഒന്ന് വെള്ളം കുടിക്കാൻ പോയതാണ് ഗൈസ്. ഇന്നത്തെ ദിവസം എന്ത് നല്ല ദിവസമാണ്. നിർത്തിയാലോ എന്നൊക്കെ ആലോചിക്കുക. എന്തോ ബിരിയാണി കിട്ടിയാലും നമുക്കൊരു ഡയമണ്ട് കളഞ്ഞാലോ ചുമ്മാ. 2 ഡയമണ്ട് എന്തായാലും ഇല്ലേ. ഒരു ഡയമണ്ട് അങ്ങോട്ടുണ്ടായി ചീറ്റിങ്ങല്ല. പക്ഷെ താപ്പട്ടോടെ എന്താ പറഞ്ഞ വരാഞ്ഞ് ഈ അതിന്റെ ഇടയല്ല. ബാക്കി വീട്ടിൽ പോ. മതി. എത്രണ്ണം കിട്ടി? 10 എണ്ണം. നമ്മൾ മണ്ടക്കോട്ട് കയറിയിട്ട് വീഡിയോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ പിന്നെ എത്തി നമ്മൾ നമ്മുടെ വീഡിയോ കിടന്നു. 10 ഡയമണ്ട് കിട്ടി. അപ്പൊ ആർമറൊന്നും ഉണ്ടാക്കുന്നത് ഒരു വുഡ് വേണം. വുഡ് വെട്ടാൻ വേണ്ടി അങ്ങോട്ട് പോകണം. പശു അറിയൂ ഇനി എന്റെ ഡയമണ്ട് കൂട്ടിക്കാൻ അതിന് മരം വെട്ടിടുവാ. ഉണ്ടാക്കണ്ടേ ഇതല്ല മഞ്ഞപ്പിക്കും. അയ്യോ തോന്നി മുട്ട് പാടാ നീരാളെ കൊന്ന വില്ലേജിൽ അടിച്ചു നിർത്തിയോ. ആ വന്ദേ മാതരം. അത് ഏലിയൻസ് കേൾക്കുന്നത്. അതിലെ ഏലിയൻസ് ഇങ്ങോട്ടെന്ന് വന്നായിരുന്നെങ്കിൽ എന്നെ അടിച്ചു കൊല്ലായിരുന്നു. ഞാൻ ഡ്രോപ്പ് ആണ്. നമുക്ക് 2 പിക്കാസ് ഉണ്ടാകാൻ കേട്ടോ ഇതിന്റെ ഡയമണ്ടിന്റെ. അതിനെക്കാട്ടി നല്ല ഡയമണ്ടിന്റെ ഒരു ഹെൽമെറ്റ് ഒരു പിക്കാസ് ഉണ്ടാകും. മരം വെട്ടു മതി. മരം വെട്ടു. മരം വെട്ടിട്ട് ഇതുണ്ടാക്കാം പിക്കാസ്. എന്താ ഇത്ര ലാഗ്. എൻ്റെ ആക്ഷൻ ഞാൻ കൊടുക്കുന്നു. ഒരെണ്ണം ചത്ത് പറ്റില്ല. വെട്ടുന്ന വെട്ടി കയറിക്കോ. വേണ്ടത് വെട്ടാതിരിക്കണ്ട. അയ്യോ നമ്മളവിടെ സാപ്പിളും കുടിച്ചിട്ട് തോന്നുന്നു. ഓ
അയ്യോ കത്താൻ ഒരു വുഡ് മാത്രം മതി നമുക്ക്. എടുത്തിട്ടുണ്ട് ഉണ്ടാക്കി 2 പിക്കേക്സ്. എന്ത് നമ്മുടെ വുഡ് നമ്മുടെ ഇൻവെന്ററിയിൽ അത് ചിക്കാക്കി 9 ഇനിയും വേണം സ്റ്റിക്ക്. വേണ്ട എൻ്റെ അമ്മ ഇന്നലെ എന്ത് പൈസ നടന്നത് ഒന്നും കൂടി തരിയാതെ ഞാൻ ചത്തുന്നു. ചത്തിന് ഗെയിം നിർത്താനൊന്നും പറ്റത്തില്ല. കാരണം ഇതിൻ്റെ ഐറ്റം നിർത്താൻ കിടക്കും. മതി വീട്ടിൽ പോകും. പിന്നെ വെയിറ്റ് വേണ്ടി വേണ്ടേ. ഒന്നാമത് വീട്ടിൽ ലോങ്ങാ, പിള്ളേർക്ക് കാണാൻ പോലും പറ്റുന്നില്ല. വെറുതെ ഈ മോജാങ്ക് എന്തോ അപ്ഡേറ്റ് ആണ് കൊണ്ടുവരാൻ പോണ. ഈ മോജാങ്കിനെ കൊണ്ട് ബ്രോ ഒന്ന് തുറന്നു തരൂ. പാടാ നീ അകത്തോട് കയറി ഉണ്ടാക്കടാ. സീവനെ കൊണ്ടുവന്നു വീഡിയോ ചെയ്യാൻ കളക്കും. ഇവിടെ പോവാ എന്തുപാടി എൻ്റെ ആഗ്രഹമാണ് റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കാൻ പറ്റുക. അതായിട്ട് ഇത് മാത്രം കൊണ്ട് ഉണ്ടാക്കണം. ഇത് നല്ല ബ്ലോക്ക് ആയി. നമ്മുടെ അടിത്തറ ഇടാൻ നല്ലതാണ്. ഇത് തീരുകയും ചെയ്യും. എത്ര സ്റ്റോണും കൂടെ ഉണ്ടാക്കാൻ വേണമെങ്കിൽ സ്മൂത്ത് സ്റ്റോൺ ഉണ്ടാക്കണം. മൈ ഫേവറേറ്റ് ആണ് പഫ് ടഫ്. ഇതാകുമ്പോൾ കുറച്ച് ഇൻവെന്ററി ഒതുങ്ങിയിരിക്കും. ആൻഡ്രസൈറ്റ് പോയിസൺഡ് ആൻഡ്രസൈറ്റ് മഡോ കോഴ്സറ് മഡ്. ഇപ്പം നമ്മുടെ ഇൻവെന്ററി ഒന്ന് നോക്കട്ടെ. വൃത്തിയായിരിക്കും. വൃത്തി കോഴ്സ് മഡ് എന്ത് യൂട്യൂബ് നിങ്ങൾ ആരും ഒന്നും ചോദിക്കരുതല്ലേ. ഷൗലുണ്ട് ടച്ച് ചെയ്യണ്ടല്ലേ. സോറി എൻ്റെ ഷൗല്. അയ്യോ നമ്മുടെ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ മറന്നുപോയി. കുറച്ച് മണ്ട് കിട്ടട്ടെ. മതി ഇനി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കട്ടെ. അയ്യോ വീട്ടിൽ പോകണം. മഡ് വേണ്ട. എൻ്റെ കുറേ ഗ്രാവൽ ഇരിപ്പുണ്ട്. ടൂൾസിൽ പോട്ടെ. അയൺസ് 2 പിക്കാക്സ് ഉണ്ടാക്കി. 3 പിക്കാക്സ് ഉണ്ടാക്കോടോ. ഒരു ഇത് ഉണ്ടാക്കട്ടെ. ഒരു സോഡിന് 2 പിക്കാക്സ് ഉണ്ടാക്കി. ഒരു സോഡ് എത്ര പിക്കാക്സ് ഉണ്ടാക്കാൻ പറ്റും? 2 പിക്കാക്സ്. മാക്സാ ഉണ്ടാക്കിയോ? സോ ഉണ്ടാക്കിയപ്പോൾ ഡയമണ്ട് എന്തേ? ഡയമണ്ട് ഡ്രോപ്പ് ചെയ്തല്ലേ. എന്നെ വേണ്ട സ്പേസ് ഇല്ല. അറിയാം. പറഞ്ഞോടെ പറയാ. കൊള്ളാത്തൊക്കെ ഒന്ന് കൊണ്ട് കളഞ്ഞിട്ട് പറ്റും. റെഡ് സ്റ്റോൺ ഒരു കാര്യമല്ലേ, ഈ റെഡ് സ്റ്റോൺ പിന്നില്ലേ ഒരു ഫാൻസിൽ പറഞ്ഞാൽ ഈ റെഡ് സ്റ്റോൺ പൊടി കുറച്ചേ കിടത്തുള്ളൂ. ഒന്നും പറഞ്ഞ് പൊട്ടിക്കാൻ നിൽക്കരുത്. എന്താ കാര്യം ഇവിടെ ഫുൾ വെയിൽ കേട്ടോ. എന്താണ് ഇവിടെ വഴികൾ നമുക്ക് ഫേസ് പോലും കാണത്തില്ല. അയ്യോ എന്നെ ഞാൻ ഇത് തീർക്കുവാ. അതിന് ഇവിടെ വെക്കുന്നത് ഫോണൊക്കെ ഭൂമിയിലാക്കാം. 2 സാപ്പിളും കിട്ടാതെ സാപ്പിളും എടുത്ത് ഭൂമിയിലാക്കാനാണ്. കുറച്ചാട്ടെ അല്ലേ എൻ്റെ അടുത്ത് സാപ്പിളിങ് അല്ല നമ്മുടെ. അയ്യോ എൻ്റെ വീടെന്ത്. അയ്യോ സാപ്പിളിങ് മേൽക്കൂര കെട്ടിയിട്ടില്ലേ അല്ലേ. അയ്യോ അങ്ങോട്ട് ചാടല്ലേ പ്ലീസ്. അപ്പൊ ഞാൻ വല്ല ഉണ്ടാക്കണ്ടേ പിന്നെ ഡയമണ്ട് കൊണ്ട് ഉണ്ടാക്കില്ലേ. ആരോ കിട്ടി. 3 കൊണ്ടാവോ? മാറ്റി ഓടിക്കോ അല്ലേ. നമുക്കൊരു മരം വേണ്ട. കുറെ വായിച്ചത് വാ ഇവരെന്നുണ്ടായിക്ക്. അത് എടുത്ത് കൈ പിടിച്ചില്ലേ. എന്ത് 8 കൊണ്ടിട്ട്. ഓക്കെ ഒരു സോഡ് ഉണ്ടാക്കി ഒരു ആക്സ് ഉണ്ടാക്കണം. കാണും ഇപ്പം ഉണ്ടാക്കിയില്ലേ. നമ്മുടെ ഇൻവെർട്ടർ സ്പേസ് ഇല്ല.
അതെന്തോ കൊടുക്കുകയും ചെയ്തോടാ. 2 ഡോറും ഉണ്ടല്ലോ. 2 ഡോറും കൂടെ. ഓ ഇങ്ങനെ സ്പേസ് ഇല്ലാത്ത വല്ലാത്ത കഷ്ടമാണ്. ഡ്രോപ്പ് ചെയ്യണത് മനസ്സിലായി. മനസ്സിലായി. അവിടെ വെക്കും മതി. എനിക്ക് വേണ്ടാത്ത സാധനങ്ങളൊക്കെ കൊള്ളട്ടെ. അങ്ങനെ വേണം. മതി. അയ്യോ ഇപ്പൊ സ്റ്റിക്കൊണ്ട് കളഞ്ഞു. മതി. സീഡ് പിന്നെ ബ്ലാക്ക് ബോള് മതി. നോക്കിയേ. ആവശ്യമില്ല. ചോമ്പിക്കായിരിക്കുന്നു. കോബ്ര. എന്തിനി ഇത്? ഇതെന്തിനാ? ഇതെന്തിനാ? മതി. ഇപ്പൊ എന്റെ ഇൻവെന്ററി ഒന്ന് ഷോർട്ടായി. ഷോർട്ട് ചെയ്യണം. അയ്യോ വീഡിയോ കഴിഞ്ഞിട്ട് ഉണ്ട്. അയ്യോ ഞാനത് മറന്നു. നിങ്ങൾ ലോങ് വീഡിയോ ഇട്ടാ കാണൂ. ഇല്ല ഒരു ഒരു പിക്കാക്സ് ഇതെല്ലാം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു സോഡ ഉണ്ടാക്കി. ഒരു സോഡ വേണ്ട. ഒരു ഷവല്. ഇനി എന്തെങ്കിലും ഉണ്ടാക്കാം. സ്പിയർ ഉണ്ടാക്കടാ. സ്പിയർ അങ്ങനെ നമ്മൾ അയൺ ടൂൾസ് ആയി. അയ്യോ വുഡ് ഇതിനും ഉണ്ടാക്കി. എന്ത് എന്ത് എന്തുവാ എന്തുവാ എന്തുവായിരുന്നു? ആരോ ബ്ലോഗ് കിട്ടുമല്ലോ. അപ്പൊ കഴിഞ്ഞ മൈൻക്രാഫ്റ്റ് സീരീസിന്റെ ഇന്നത്തെ എന്നെ വട്ടു പിടിപ്പിക്കുന്നു ഇവിടെ. അപ്പൊ കഴിഞ്ഞ നമ്മുടെ മൈൻക്രാഫ്റ്റ് സീരീസ് മതി. ഒറ്റടിക്കാവുന്ന അറ്റാക്ക് എത്ര ഇതിന്റെ? 7. ഞാൻ ഒരു നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നെതറേറ്റ് സോഡിന്റെ ഒക്കെ എങ്ങനെ നെതറേറ്റ് സോഡിന്റെ പകരം ഇത് ഉപയോഗിച്ചാൽ മതി ഗൈസ്. ഇത് ട്രൈഡന്റെ അത് ഉപയോഗിച്ചാൽ നല്ല ഡാമേജ് കൊടുക്കും ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ട് ബൈ ബൈ. സീ യു ഗൈസ്.